നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വേലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സുരേഷ് മമ്പർമ്പലിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനുള്ള നീക്കവുമായി ഒരു വിഭാഗം ഭരണസമിതി അംഗങ്ങൾ. വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള 7 ഭരണസമിതി അംഗങ്ങളാണ് അവിശ്വാസം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഗുരുവായൂരിൽ അമൃത് കുടിവെള്ള പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാത്തത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. നെന്മിനി മന്നം സ്മാരക റോഡിൽ മണ്ണിൽ താഴ്ന്ന മിനി ലോറി കുടുങ്ങിയതോടെ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. വരന്തരപ്പള്ളിയിൽ 16ഓളം പേരെ ആക്രമിച്ച തെരുവ് നായയെ നിരീക്ഷണത്തിലാക്കി. അക്രമകാരിയായ നായയെ നാട്ടുകാരാണ് പിടികൂടി നിരീക്ഷണത്തിലാക്കിയത്. ചെറുതുരുത്തിയിൽ ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. വരവൂർ സ്വദേശിനി ഫാത്തിമയാണ് മരിച്ചത്. മാളയിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന് മുകളിലേക്ക് മരം വീണു. വാർത്തകൾ വിശദമായി. വേലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പലിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുവാനുള്ള നടപടികളുമായി മുന്നോട്ടു പോവുകയാണെന്ന് ഒരു വിഭാഗം ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു. വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള 7 ഭരണസമിതി അംഗങ്ങളാണ് അവിശ്വാസം രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രസിഡന്റ് നിരന്തരമായി അഴിമതിയും ക്രമക്കേടും നടത്തുകയാണെന്ന് ആരോപിച്ചാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഭീമമായ വായ്പാ കുടിശ്ശിക ഉള്ളതുകൊണ്ടാണ് 2 അംഗങ്ങൾ രാജിവെച്ചതെന്ന പ്രസിഡന്റിന്റെ ആരോപണം തെറ്റാണെന്ന് ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. പുറത്താക്കിയ ഒരംഗത്തിന് കുടിശ്ശികയില്ല, മറ്റൊരംഗം വായ്പ പൂർണ്ണമായും അടച്ചു തീർത്തിരുന്നുവെന്നും ഇവർ പറഞ്ഞു. ബാങ്ക് വൈസ് പ്രസിഡന്റ് OA ജോസ്, സണ്ണി വടക്കൻ, രവീന്ദ്രൻ വട്ടംപറമ്പിൽ, PR മണികണ്ഠൻ, മനോജ് പൂവത്തിങ്കൽ, മാക്കോത്ത് ഗോവിന്ദൻകുട്ടി, ഷൈനി ഫ്രാൻസിസ് എന്നിവർ പങ്കെടുത്തു. വേലൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പലിനെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ബാങ്ക് വാഹനത്തിന്റെ ഡ്രൈവറായിരുന്ന മനോജ് കണ്ടരശ്ശേരി പറഞ്ഞു. അകാരണമായി ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് തന്നെ ഡ്രൈവർ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത്. പ്രസിഡന്റ് സ്വന്തം ആവശ്യങ്ങൾക്കായി വാഹനം ഉപയോഗിച്ചിരുന്നു. ഇത് അധികരിച്ചപ്പോൾ താൻ ഭരണസമിതി അംഗങ്ങളെ അറിയിച്ചു. ഇതിന്റെ പ്രതികാരമായിട്ടാണ് തന്നെ മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ടത്. തനിക്കെതിരെ നൽകിയ പരാതി വ്യാജമാണെന്ന് അന്വേഷണത്തിൽ പോലീസിന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് തള്ളിക്കളഞ്ഞെന്നും മനോജ് അറിയിച്ചു. ഈ ഒരു വർഷത്തിന്റെ ഉള്ളിലാണ് എന്നെക്കുറിച്ച് വ്യാപകമായ പ്രസിഡന്റിന് പരാതി വന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രസിഡന്റിന്റെ ആവശ്യങ്ങൾക്കും ആ വണ്ടി വിളിച്ച് പോവുകയും ബാങ്കിന്റെ ആവശ്യങ്ങൾക്ക് വണ്ടി വിളിക്കുമ്പോൾ വേറെ വണ്ടി വിളിച്ച് വിടാൻ പറയുകയും ഈ പ്രസിഡന്റിന്റെ ആവശ്യത്തിന് ആളുടെ വൈഫിനെ ജോലിക്ക് കൊണ്ടുപോകല്, ആളെ മക്കളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകല്, അതുപോലെ കുന്നംകുളത്ത് ആളൊരു ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ടിന്റെ ആവശ്യങ്ങൾക്ക് ചാട്ടുകുളത്ത് പോവുകയും ഇവര് തിരുവനന്തപുരത്ത് മിക്ക ദിവസം പോകുമ്പോൾ രാത്രി 1 മണിക്കും 2 മണിക്കും റിട്ടേൺ വരുമ്പോൾ എടുക്കാനൊക്കെ പോയിരുന്നത് ഞാൻ ചോദ്യം ചെയ്തു. അതായത് ഇതിങ്ങനെ പോണത് ശരിയല്ല എന്നുള്ള രീതിയിൽ ഞാൻ മറ്റുള്ള ബോർഡ് മെമ്പർമാരോട് പറഞ്ഞു ഇനി അങ്ങനെ മുന്നോട്ട് പോകരുത്. അതിന്റെ പേരിലാണ് ആൾക്ക് എന്നോട് ശത്രുത ഉണ്ടാവാൻ കാരണം. അതിന്റെ പേരിൽ തന്നെയാണ് ഇപ്പൊ എന്നെ നടപടി എടുത്തത്. ഗുരുവായൂരിൽ അമൃത് കുടിവെള്ള പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാത്തത് വാഹനയാത്രക്കാർക്ക് ദുരിതമാകുന്നു. നെന്മിനി മന്നം സ്മാരക റോഡിൽ മണ്ണിൽ താഴ്ന്ന മിനി ലോറി 6 മണിക്കൂറോളം റോഡിൽ കുടുങ്ങിയതോടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കാസർഗോഡ് നിന്ന് വെട്ടുകല്ലുമായി എത്തിയ മിനി ലോറിയാണ് കഴിഞ്ഞ ദിവസം റോഡിൽ താഴ്ന്നത്. സമീപത്തെ വീട് നിർമ്മാണത്തിനായി കല്ലുമായി എത്തിയ ലോറി വളവ് തിരിയുന്നതിനിടെ പിൻചക്രം റോഡരികിലെ മണ്ണിൽ താഴുകയായിരുന്നു. ലോറി റോഡിന് കുറുകെയായതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിലച്ചു. ലോറിയിലുണ്ടായിരുന്ന കല്ലുകൾ മുഴുവൻ ഇറക്കിയ ശേഷം മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് ലോറി റോഡിൽ നിന്ന് നീക്കിയത്. റോഡ് വെട്ടിപ്പൊളിച്ചതിന് പിന്നാലെ മണ്ണിട്ട് മൂടിയെങ്കിലും ആവശ്യമായ രീതിയിൽ ഉറപ്പിക്കുകയോ ടാറിംഗ് നടത്തുകയോ ചെയ്യാത്തതാണ് വാഹനങ്ങൾ താഴാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. 2 ആഴ്ച മുമ്പ് ഒരു സ്കൂൾ വണ്ടി താന്നു, ഒരു 3 കാറുകൾ ഇതേമാതിരി താന്നു. ഒരിക്കൽ മെമ്പറോ ചോദിച്ചറിയാനെന്ന് ചോദിച്ചവരോട് വിവരങ്ങൾ പറഞ്ഞിരുന്നു. എന്നിട്ട് മൂപ്പര് പറഞ്ഞ മുനിസിപ്പാലിറ്റിക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ യാതൊരു സാധനം നോക്കില്ല. ഇത് സ്ഥിരം വന്ന് രാത്രിയൊക്കെ ഈ വണ്ടികൾ താഴാണ്. യാതൊരു പ്രതികരണവും ഇല്ല. വളരെ അനാസ്ഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അധികാരികൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനി അപകടങ്ങൾ സംഭവിക്കും. അതുപോലെ സംഭവിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ അപകടം സംഭവിച്ചില്ല, പക്ഷെ ലോറിക്ക് മറ്റേ കേട് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നിരവധി തവണ നഗരസഭ അധികൃതരുടെ ശ്രദ്ധയിൽ വിഷയം കൊണ്ടുവന്നിട്ടും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. റോഡ് അടിയന്തരമായി പൂർവ്വസ്ഥിതിയിലാക്കി സുരക്ഷിതമായ ഗതാഗതം ഉറപ്പാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. TCV ന്യൂസ്, ഗുരുവായൂർ. വരന്തരപ്പിള്ളിയിൽ 16ഓളം പേരെ ആക്രമിച്ച തെരുവ് നായയെ നിരീക്ഷണത്തിലാക്കി.
വരന്തലപ്പിള്ളി, പാലക്കട ബാലൻ, പനയമ്പാടൻ സുബ്രൻ എന്നിവർ നായയുടെ കടിയേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. കഴിഞ്ഞ ദിവസം വരന്തരപ്പിള്ളി അങ്ങാടിക്ക് സമീപം മാവേലി സ്റ്റോറിന് മുന്നിൽ വെച്ചാണ് ബാലനെ നായ ആക്രമിച്ചത്. റോഡരികിൽ നിൽക്കുകയായിരുന്ന ബാലനെ പാഞ്ഞുവന്ന തെരുവ് നായ കടിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് സുബ്രന് നേരെ ആക്രമണമുണ്ടായത്. വരന്തരപ്പിള്ളി അങ്ങാടി പരിസരത്ത് തെരുവുനായ ആക്രമണം പതിവായതോടെ നാട്ടുകാർ ഭീതിയിലാണ്. അക്രമകാരിയായ നായയെ നാട്ടുകാർ പിടികൂടി പഞ്ചായത്ത് ഓഫീസ് വളപ്പിൽ കെട്ടിയിട്ട് നിരീക്ഷിച്ചു വരികയാണ്. ചാലക്കുടി വിയാർപുരത്ത് തെരുവുനായ ശല്യം രൂക്ഷം. ഒരാൾക്ക് നായയുടെ കടിയേറ്റു. 2 വളർത്തുനായ്ക്കൾ ചത്തു. ആച്ചാണ്ടി വീട്ടിൽ ജോസിനാണ് വളർത്തുനായയിൽ നിന്നും കടിയേറ്റത്. വളർത്തുനായ ചത്തതിനെ തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ പേവിഷബാധ സ്ഥിരീകരിച്ചു. വിയാർപുരത്ത് നിരവധി വളർത്തുനായ്ക്കൾ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിനിരയായിട്ടുണ്ട്. മതിലുകൾ ചാടിക്കടന്ന് കൂട്ടത്തോടെ എത്തുന്ന തെരുവുനായ്ക്കളാണ് വളർത്തുനായ്ക്കളെ ആക്രമിക്കുന്നത്. തെരുവുനായ്ക്കളുടെ ശല്യം സംബന്ധിച്ച് നിരവധി തവണ പരാതി നൽകിയിട്ടും നഗരസഭാ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ചെറുതുരുത്തിയിൽ കുടുംബമായി സ്കൂട്ടറിൽ പോകവെ നിയന്ത്രണം തെറ്റിവന്ന ലോറിയിടിച്ച വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. ഒപ്പമുണ്ടായിരുന്ന ഭർത്താവിനും മകൾക്കും പരിക്കേറ്റു. വരവൂർ തോട്ടുമൂച്ചിക്കൽ വീട്ടിൽ അബ്ദുൾ മുത്തലിപ്പിന്റെ ഭാര്യ 50 വയസ്സുള്ള ഫാത്തിമയാണ് മരിച്ചത്. ഷൊർണൂർ ഭാഗത്തേക്ക് പോകുന്നതിനിടെ ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപമായിരുന്നു അപകടം. മാളയിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ബസിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു. മാളയിൽ നിന്ന് ആലുവയിലേക്ക് പോയ ബസിന്റെ മുകളിലേക്ക് പ്ലാവിന്റെ കൊമ്പ് ഒടിഞ്ഞു വീഴുകയായിരുന്നു. ഗുരുവായൂർ കിഴക്കേനടയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അമ്മയ്ക്കും മകനും പരിക്കേറ്റു. സ്കൂട്ടർ യാത്രക്കാരിയായ ഗുരുവായൂർ സ്വദേശിനി കല്ലൂർ വീട്ടിൽ ജിഷ, മകൻ അൻഷി എന്നിവർക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം. പരിക്കേറ്റവരെ എക്സ് പ്രവർത്തകർ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ വ്യാപാരി വ്യവസായി സമിതിയുടെ ആഭിമുഖ്യത്തിൽ സമാദരണ സദസ്സ് സംഘടിപ്പിച്ചു. ഗുരുവായൂർ നഗരസഭയിലെ മികച്ച നെൽകർഷകനായി തെരഞ്ഞെടുത്ത ജോഫി കുര്യൻ, സഹകരണ ബാങ്കിലെ പ്രസിഡന്റായി മികച്ച സേവനം കാഴ്ചവെച്ച PA അരവിന്ദൻ, കലാഭവൻ മണി പുരസ്കാരം നേടിയ റിയ റൈനസ്, റിഗ്ബി സംസ്ഥാനതല ടീമിലേക്ക് തെരഞ്ഞെടുത്ത AR കൃഷ്ണദാസ് എന്നിവരെയാണ് ആദരിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, വൈസ് ചെയർമാൻ KK ജ്യോതിരാജ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ B അനൂപ് എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി. സമിതി സെക്രട്ടറി CD ജോൺസൺ അധ്യക്ഷത വഹിച്ചു. PV സന്തോഷ്, TK പരമേശ്വരൻ, KB സലീഷ്, AV റൈനസ്, NK ലോറൻസ് തുടങ്ങിയവർ സംസാരിച്ചു. CPI വെങ്കിടങ്ങ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ P കൃഷ്ണപിള്ള ദിനം ആചരിച്ചു. കരുവന്തലയിൽ നടന്ന അനുസ്മരണം ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി CR ദിലീപ്, കൊച്ചപ്പൻ വടക്കൻ, ജോസഫ് കൊള്ളനൂർ, CS രവീന്ദ്രൻ, MK പ്രദീപ, CP ജോൺസൺ, സന്തോഷ് പടാശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. എങ്കക്കാട് P കൃഷ്ണപിള്ള ദിനം ആചരിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റ്ലപ്പള്ളി MLA പതാക ഉയർത്തി. CPM ലോക്കൽ കമ്മിറ്റി അംഗം മിഥുൻ സജീവ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം MJ ബിനോയ്, ബ്രാഞ്ച് സെക്രട്ടറി O രാജൻ, DYFI മേഖലാ സെക്രട്ടറി അഹമ്മദ് സിജത്ത്, CPM എങ്കക്കാട് സൌത്ത് ബ്രാഞ്ച് സെക്രട്ടറി OK കണ്ണൻ, മിനി പ്രകാശ് എന്നിവർ സംസാരിച്ചു. ഇടവേള. ഇവിടെ 60 രൂപയ്ക്ക് നല്ലൊരു സാരി കിട്ടുന്നു കേട്ടല്ലോ. 60 രൂപയ്ക്ക് സാരി കിട്ടുന്നു മാത്രല്ല, 2 ഷർട്ട് 300 രൂപ, നൈറ്റി 150 രൂപ, 3 ടോപ്പുകൾ വെറും 200 രൂപ മാത്രം. 200 രൂപയ്ക്ക് കാഞ്ചീപുരം പട്ടുസാരി ലഭ്യമാണ്. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയായിരുന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. ഓണം സന്തോഷം പങ്കിടുന്ന നിമിഷങ്ങളുടെ ആഘോഷം. ആ നിമിഷങ്ങൾക്ക് സ്വർണത്തിന്റെ പുതിയ കയ്യൊപ്പ്. ഒമേഗ, ദ സിഗ്നേച്ചർ ഓഫ് ഗോൾഡ്. എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
tradition crafted to perfection. The rich taste of Kerala Payasam, now as creamy, indulgent ice cream. Every spoonful bursting with the timeless taste of India. French Dairy Matka Kulfi and Payasam ice cream. Only from French Dairy Ice Creams. French Dairy, a taste factory. ഈ ഓണത്തിന് പായസം ഇനി വേറെ ലെവൽ. ഇതാ ഇലവൻസ് നേച്ചർ ലൈഫിന്റെ മില്ലറ്റ് വെർമിസെല്ലി പായസം മിക്സ്. രുചിയും ആരോഗ്യവും ഒരുമിച്ച് 5 തരം മില്ലറ്റുകളും കശുവണ്ടിയും മുന്തിരിയും ഒപ്പം ഏലക്കായുടെ സുഗന്ധവും ചേർന്ന പ്രീമിയം പായസം മിക്സ്. തിളച്ച പാലിൽ ചേർത്ത് കുറച്ച് മിനിറ്റുകൾ ഇളക്കിയാൽ മാത്രം മതി. ക്രീമിയായ സ്വാദിഷ്ടമായ പായസം റെഡി. ഓണസദ്യക്ക് ഏവരും ഇഷ്ടപ്പെടുന്ന ആരോഗ്യമുള്ള മധുരം. ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യൂ. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ. ഫ്യൂച്ചർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് NBFCയുടെ പുതിയ ബ്രാഞ്ച് ആൻഡ് കോർപ്പറേറ്റ് ഓഫീസ് ഇനോഗ്രേഷൻ ഓഗസ്റ്റ് 22 രാവിലെ 10:45 കൈലാസം ടവർ, ചേറ്റുപുഴ, ഒളരി, തൃശൂർ. ഉദ്ഘാടനത്തിന് ഞാനും എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിന് സാക്ഷിയാകുവാൻ ഞാനും. അപ്പോ നേരിൽ കാണാം. ഫ്യൂച്ചറിനോടൊപ്പം ചേരൂ, ഭാവി സുദൃഢമാക്കൂ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തയിലേക്ക്. ചാവക്കാട് ബ്ലാങ്ങാട് വീട് കുത്തി തുറന്ന സ്വർണവും പണവും കവർന്ന കേസിലെ പ്രതികൾ അറസ്റ്റിൽ. കർണാടക സ്വദേശികളായ പ്രസാദ്, ഫയാസ് അഹമ്മദ് എന്നിവരാണ് അറസ്റ്റിലായത്. തൃശൂർ ജില്ലാ പോലീസ് കമ്മീഷണറുടെ പ്രത്യേക സംഘവും ചാവക്കാട് പോലീസും ചേർന്ന് കഴിഞ്ഞ ദിവസമാണ് പ്രതികളെ കർണാടകയിൽ നിന്ന് പിടികൂടിയത്. നിരവധി മോഷണ കേസുകളിലെ പ്രതികളാണിവരെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ജൂലൈ 12 ചാവക്കാട് ബ്ലാങ്ങാട് സ്വദേശി പള്ളത്ത് മനയ്ക്കൽ അബ്ദുൽ കരീമിന്റെ വീട്ടിൽ നിന്ന് 6.5 പവൻ സ്വർണവും പണവും കവർന്ന കേസിലാണ് പ്രതികൾ പിടിയിലായത്. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തീരദേശ പ്രദേശങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ ചിമ്മിനി ഡാമിൽ നിന്നും ജലം തുറന്നുവിടുന്നത് താൽക്കാലികമായി നിർത്തിവച്ചു. സാഹചര്യം മാറുന്നതനുസരിച്ച് ജലം തുറന്നുവിടുന്നത് പുനരാരംഭിക്കുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ചാവക്കാട് കോടതിയുടെ പുതിയ കെട്ടിട സമുച്ചയം പ്രവർത്തനം ആരംഭിച്ചു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സൌമൻ സെൻ അധ്യക്ഷത വഹിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ ഓൺലൈനായി പങ്കെടുത്തു. ചാവക്കാട് കോടതി സമുച്ചയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നടന്ന പൊതുസമ്മേളനം MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ജോബി ഡേവിഡ് അധ്യക്ഷത വഹിച്ചു. ബാർ അസോസിയേഷൻ സെക്രട്ടറി ജെറി കെ ജോസ്, പോക്സോ ജഡ്ജ് സുരേഷ് കുമാർ, സബ് ജഡ്ജ് S ലക്ഷ്മി, മജിസ്ട്രേറ്റ് ശാരിക സത്യൻ, ചാവക്കാട് മുൻസിഫ് J അരവിന്ദ്, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ, ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രാരാബ്ധങ്ങളെ അതിജീവിച്ച് കേരള ഇൻഡസ്ട്രിയൽ റിസർവ് ബറ്റാലിയൻ കമാൻഡറായി തെരഞ്ഞെടുക്കപ്പെട്ട ഗുരുവായൂർ പെരുവഴിക്കാട്ട് വിഷ്ണുവിനെ കോൺഗ്രസ് പ്രവർത്തകർ ആദരിച്ചു. DCC ജനറൽ സെക്രട്ടറി TS അജിത്ത് ഉപഹാരം സമർപ്പിച്ചു. മണ്ഡലം സെക്രട്ടറി ഷാജൻ വെള്ളറ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് CS സൂരജ്, ജില്ലാ നിർവാഹക സമിതി അംഗം OKR മണികണ്ഠൻ, ബാലൻ വാറനാട്ട്, തോംസൺ ഇരിങ്ങപ്പുറം, CK ഡേവിഡ്, ആൻഡോ പുത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. തീരദേശത്ത് അപൂർവമായി വിളയുന്ന കബോഡിയൻ മുന്തിരി നട്ടുവളർത്തി ശ്രദ്ധേയനാവുകയാണ് കയ്പമംഗലം സ്വദേശി അബ്ദുൾ നാസർ. വെറും 4 സെന്റ് പുരയിടത്തിൽ 100ഓളം പഴവർഗ്ഗ ചെടികളാണ് നാസർ പരിപാലിക്കുന്നത്. കാക്കാതിരുത്തി ബദർപള്ളിക്ക് സമീപം കറുപ്പം വീട്ടിൽ അബ്ദുൾ നാസറിന്റെ വീട്ടുമുറ്റത്തും മട്ടുപ്പാവിലും വിവിധയിനം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും സമൃദ്ധമായി വിളയുന്നു. പെരുമ്പാവൂരിൽ നിന്ന് വാങ്ങിയ 2 കംബോഡിയൻ മുന്തിരി തൈകളാണ് നാസർ വീട്ടുമുറ്റത്ത് നട്ടത്. എന്നാൽ 1 വർഷത്തോളം കഴിഞ്ഞിട്ടും തൈകളിൽ കായ്ഫലമുണ്ടായില്ല. ഇതിനിടെ ചെടി വാടിപ്പോവുകയും ചെയ്തു. കൃഷി അവസാനിച്ചെന്ന് കരുതിയിരിക്കെയാണ് ഉണങ്ങിയ ചെടിയിൽ നിന്ന് ഏകദേശം 5 മാസം മുൻപ് പുതിയ തളിരുകൾ പൊട്ടിവന്നത്. പിന്നീട് അതിവേഗം വളർന്ന ചെടി മട്ടുപ്പാവിലേക്ക് പടർന്ന് പന്തലായി. ഇപ്പോൾ വള്ളിയിൽ നിറയെ മുന്തിരിക്കുലകൾ കായ്ച്ചു നിൽക്കുകയാണ്. 1 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പിന് പാകമാകുമെന്ന് നാസർ പറയുന്നു. ഒരു കൊലയിൽ ഒരു 3 കിലോ, ഒരു ദിവസം 3-3.5 കിലോളം വരുന്നതാണ്
കണക്കൂട്ടൽ. ഉദ്ദേശം ഒരു കൊലയിൽ ഒരു 1000-ൽ പുറത്ത് മുന്തിരികൾ ഉണ്ടാവും. സാധാരണ മുന്തിരി വിട്ടൊരു കുറച്ച് സ്വല്പം ചെറുപ്പമായിരിക്കും. കാരണം ഇത് തിങ്ങി നിറക്കുന്നുണ്ട്. ഇതുപോലെ കൊലകൊലായി നിൽക്കും. ഇനി ഇത് കൂടുതൽ ഒരുപാട് വലുപ്പം വെക്കാൻ ചാൻസ് ഇല്ല. ഇത് ചുരുങ്ങിയത് ഇപ്പോൾ ഒരു 10-50ഓളം മുന്തിരി കൊലകൾ ഉദ്ദേശിപ്പുണ്ട് ഇവിടെ. മുന്തിരിക്കൊപ്പം വിദേശ പഴവർഗ്ഗങ്ങളോടും നാസറിന് പ്രത്യേക താല്പര്യമുണ്ട്. സഹോദരൻ അബ്ദുൾ ഹക്കീമും സുഹൃത്ത് മുഹമ്മദ് റാഫിയും ചേർന്ന് കർണാടകയിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയും നടത്തുന്നുണ്ട്. വീട്ടുവളപ്പിലെ ചെറിയ ഇടം പോലും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി വ്യത്യസ്ത കൃഷിരീതികൾ പരീക്ഷിക്കുന്ന നാസറിന്റെ കൃഷിയിടം തീരദേശത്തെ കർഷകർക്ക് വേറിട്ട മാതൃകയാണ്. കർഷക ദിനത്തിൽ മികച്ച കർഷകനുള്ള അവാർഡ് നൽകി ഗ്രാമപഞ്ചായത്ത് നാസറിനെ ആദരിച്ചിരുന്നു. TCV ന്യൂസ്, കയ്പമംഗലം. ഖോഖോ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് മികച്ച നേട്ടം. പാലക്കാട് എലപ്പുള്ളി ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ നടന്ന CBSE ക്ലസ്റ്റർ 10ാമത് ഖോഖോ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലാണ് നേട്ടം കൈവരിച്ചത്. 17-18 തീയതികളിലായി നടന്ന മത്സരത്തിൽ അണ്ടർ 17 പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 1ാം സ്ഥാനവും അണ്ടർ 19 ആൺകുട്ടികളുടെ വിഭാഗത്തിൽ 2ാം സ്ഥാനവുമാണ് കരസ്ഥമാക്കിയത്. ബെസ്റ്റ് പ്ലെയർ ഋതിക, ബെസ്റ്റ് ചേസർ നക്ഷത്ര, ബെസ്റ്റ് ഡിഫൻഡർ അലംകൃത എന്നിങ്ങനെ പെൺകുട്ടികളുടെ വിഭാഗത്തിലെ 3 വ്യക്തിഗത മെഡലുകളും ലഭിച്ചു. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ബെസ്റ്റ് ചേസർ മെഡൽ വി അദിത്തും കരസ്ഥമാക്കി. വൈശാഖ്, ലിഷ എന്നിവരാണ് ദേവസ്വം സ്കൂൾ കായിക പരിശീലകർ. ചെറുതുരുത്തിയിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ സപ്ലൈകോ ഉദ്യോഗസ്ഥർ മിന്നൽ പരിശോധന നടത്തി. വ്യാപാര സ്ഥാപനങ്ങളിൽ വിലവിവര പട്ടിക പ്രദർശിപ്പിക്കണമെന്ന അധികൃതരുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച കടകൾക്ക് നോട്ടീസ് നൽകി. തലപ്പിള്ളി താലൂക്ക് സപ്ലൈ ഓഫീസർ കെ ശുഭ, അസിസ്റ്റന്റ് സപ്ലൈ ഓഫീസർ KV വിനോഷ്, റേഷനിംഗ് ഇൻസ്പെക്ടർ ജാക്സൺ വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. അഖില കേരള എഴുത്തച്ഛൻ സമാജം വിയ്യൂർ ദേശം കുടുംബസംഗമവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടന്നു. MLA രാജൻ ജെ പല്ലൻ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് NN കൃഷ്ണകിരൺ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, സെക്രട്ടറി CS മുരളീധരൻ, N ഉഷ, കൌൺസിലർമാരായ അരുൺ തടത്തിൽ, ശാരി കിഷോർ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക തൊഴിലാളി ഫെഡറേഷൻ വടക്കാഞ്ചേരി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം MR സോമനാരായണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KK അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. PV സുധീർ, MA വേലായുധൻ, MU കബീർ, PG രാജൻ, OR ഷീല മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. പഴഞ്ഞി പെരുന്തുരുത്തി സെന്ററിൽ യുവാക്കളെ ആക്രമിച്ച സംഭവത്തിൽ 2 പേർക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട ശ്രീജിത്ത്, മിഥുൻ കൃഷ്ണ എന്നിവർക്കെതിരായാണ് കുന്നംകുളം പോലീസ് വധശ്രമത്തിന് കേസെടുത്തത്. ചൊവ്വാഴ്ച രാത്രിയാണ് പെരുന്തുരുത്തി സ്വദേശി നിസാം, സുഹൃത്ത് അലി എന്നിവർക്ക് നേരെ ആക്രമണമുണ്ടായത്. മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമായതെന്ന് പരാതിയിൽ പറയുന്നു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഇനി കാൽ മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയോ? ഇനി ആ പേടി വേണ്ട. പ്രമേഹ ചികിത്സാ രംഗത്ത് വിദഗ്ധനായ സീനിയർ ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ അതീവ ഗുരുതരമായ സാഹചര്യങ്ങളിൽ പോലും കാൽ മുറിച്ചു മാറ്റാതെ അത്യാധുനിക രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കിയ വിജയകരമായ ചരിത്രം 5ാം വർഷത്തിലേക്ക്. സമഗ്ര പ്രമേഹ നിയന്ത്രണ ചികിത്സകൾ. ഇനി ഭയം വേണ്ട. പ്രമേഹ ബാധിതരുടെ കാലുകൾ മുറിച്ചു മാറ്റാതെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള അത്യാധുനിക ചികിത്സാ രീതികളുമായി വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രമേഹത്തെ നമുക്ക് കീഴടക്കാം. എറൈസ് നിങ്ങളോടൊപ്പം. എറൈസ് ഡയബറ്റീസ് ആൻഡ് ഫുഡ് കെയർ, വില്ലടം, നെല്ലുവായി. സുരക്ഷിതമായ കാലുകൾ, സന്തോഷമുള്ള ജീവിതം. ഇത് കാണുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് ഈ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ.
വാർത്തയിലേക്ക്. ഓണത്തെ വരവേൽക്കാൻ ഓണത്തുമ്പികൾ ഊഞ്ഞാലാടുമ്പോൾ എന്ന സംഗീതാൽബം ഒരുക്കി പ്രകൃതി ക്രിയേഷൻ. വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന വയോജനങ്ങൾക്ക് വേണ്ടിയാണ് ആൽബം സമർപ്പിക്കുന്നത്. ഡോക്ടർ പി സജീവ് കുമാറാണ് ഗാനരചനയും സംവിധാനവും നിർവഹിച്ചത്. സൂരജ് സുബ്രഹ്മണ്യൻ സംഗീതവും ആലാപനവും നിർവഹിച്ചിരിക്കുന്നു. തയ്യൂരിലും സമീപ പ്രദേശങ്ങളിലുമായിരുന്നു ചിത്രീകരണം. വയസ്സായവര് മാത്രമായി അതിവിടെ മാത്രമല്ല ഓണത്തിന് നിങ്ങൾ വരുന്ന ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. മലയാളക്കരയിൽ ജലോത്സവമാ. ജില്ലാ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രധാന അധ്യാപക യോഗവും ഓണാഘോഷവും തൃശൂരിൽ നടന്നു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രോഹിത് നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എം.വി. സുനിൽകുമാർ മുഖ്യാതിഥിയായി. ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം കൺവീനർ ജോഫി സി മഞ്ഞളി, കോർഡിനേറ്റർ ഡോക്ടർ കെ.പി. ബിന്ദു, സിസ്റ്റർ ജോസഫൈൻ എന്നിവർ സംസാരിച്ചു. കൊല്ലൂർ മണ്ഡലം ഓണാഘോഷ പരിപാടികൾക്ക് വെള്ളിയാഴ്ച തുടക്കം കുറിക്കുമെന്ന് എം.എൽ.എ. കെ. രാജൻ അറിയിച്ചു. മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ശനിയാഴ്ച മുതൽ പീച്ചി ഫെസ്റ്റിവൽ ആരംഭിക്കും. 27-ന് ഓണാഘോഷ പരിപാടികൾ സമാപിക്കും. സമാപന സമ്മേളനം മന്ത്രി മോൻസി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ചോതിനാളിൽ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ ഭക്തിയുടെ നിറച്ചാർത്തൊരുക്കി ശ്രീരാമന്റെ പൂക്കളം. 12 അടി നീളവും 10 അടി വീതിയുമുള്ള പൂക്കളത്തിൽ വിവിധ നിറങ്ങളിലുള്ള പൂക്കൾ ഉപയോഗിച്ചാണ് വില്ലേന്തിയ ശ്രീരാമന്റെ രൂപം ഒരുക്കിയത്. വില്ലും അമ്പും ധരിച്ചു നിൽക്കുന്ന ശ്രീരാമന്റെ രൂപവും ചുറ്റുമുള്ള പൂക്കളുടെ വർണ്ണവിന്യാസവും പൂക്കളത്തെ ഏറെ ആകർഷകമാക്കി. ക്ഷേത്ര ദർശനത്തിനെത്തിയ ഭക്തർ പൂക്കളം ഭക്തിയോടെയും കൌതുകത്തോടെയുമാണ് നോക്കിക്കണ്ടത്. ചോതിനാളിന്റെ പുണ്യ അന്തരീക്ഷത്തിൽ ഭക്തിയും കലാസൗന്ദര്യവും ഒരുമിച്ച കാഴ്ചയോടെ പൂക്കളം ശ്രദ്ധ നേടി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പാലിയേറ്റീവ് കുടുംബസംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ എൻ.എ. മാഹിനെയും വാടാനപ്പള്ളി സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി നേത്രദാന കൺവീനർ പി.എഫ്. ജോയിയെയും ചടങ്ങിൽ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി.എം. നൌഷാദ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷോല മഹേഷ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി. ബിനു, ഷീബ അജയകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി. ഐ. സജിത തുടങ്ങിയവർ പങ്കെടുത്തു. മുല്ലശ്ശേരി അപ്പനാടത്ത് വാസുവും കുടുംബവും നടത്തിയ പുഷ്പകൃഷിയുടെ വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം സുധീർ വെള്ളാട്ട് അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് സെന്ററിന് സമീപം നടുവിൽ പുരയ്ക്കൽ ബേബിയുടെ സ്ഥലത്താണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഡയാലിസിസ് രോഗികളുടെയും പരിചാരകരുടെയും ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി ആക്ഷൻ ഫോർ റിലീഫ് ആൻഡ് എംപതി എന്ന സംഘടനയുടെ പ്രാരംഭ ധനസമാഹരണ യജ്ഞത്തിന് തുടക്കമായി. തൃശൂർ കോർപ്പറേഷനിൽ നടന്ന ചടങ്ങിൽ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കരോളി ജോഷുവ, ടി.ആർ. സന്തോഷ്, സംഘടനാ പ്രസിഡന്റ് കെ. സുധാകരൻ, ജോയിന്റ് സെക്രട്ടറി ഉഷ ജോൺ, ട്രഷറർ പ്രീതി ശോഭനൻ, എക്സിക്യൂട്ടീവ് അംഗം സുമന ഉണ്ണികൃഷ്ണൻ, സി.എം. പോൾസൺ തുടങ്ങിയവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ കോടതിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. പൂക്കള മത്സരം, വടംവലി, ഉറിയടി, സദ്യ, കലാപരിപാടികൾ തുടങ്ങിയവ നടന്നു. പോക്സോ ജഡ്ജ് ജോമോൻ ജോൺ ഉദ്ഘാടനം ചെയ്തു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് പി. എസ്. സിറാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആർ. എ. ഷിറിൻ, മുൻസിഫ് അപർണ ഉദയകുമാർ, ബാർ അസോസിയേഷൻ സെക്രട്ടറി റാണി അശോക്, ജോയിന്റ് സെക്രട്ടറി ടി. എസ്. സുജിത തുടങ്ങിയവർ സംസാരിച്ചു.
മുതുവറ ലയൺസ് ക്ലബ്ബും പുറനാട്ടുകരയിലെ കേന്ദ്രീയ സംസ്കൃത യൂണിവേഴ്സിറ്റി NSS യൂണിറ്റും IMA ബ്ലഡ് ബാങ്കും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ലയൺസ് ക്ലബ്ബ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ജോസഫ് ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ഷാജി ചിറ്റിലപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. കേരള പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് അനിൽ അക്കര, പ്രൊഫസർ KK ഷൈൻ, ഡോക്ടർ NG രാധാകൃഷ്ണൻ, മുതുവറ ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി CK ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാണിജ്യം. തൃശൂരിലെ സ്വർണ്ണ വജ്രാഭരണ വിപണന രംഗത്ത് 4 പതിറ്റാണ്ട് പാരമ്പര്യമുള്ള അഡോറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർഷികാഘോഷത്തിന്റെ നിറവിൽ ഓണത്തെ വരവേൽക്കാനൊരുങ്ങി. തൃശൂർ ഇക്കണ്ടവാരി റോഡിൽ പ്രവർത്തിക്കുന്ന അഡോറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ വാർഷികാഘോഷവും ഓണവും പ്രമാണിച്ച് നിരവധി ഓഫറുകളാണ് സെപ്റ്റംബർ 10 വരെ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. വിലയിൽ 5% നൽകി 1 മാസത്തേക്ക് സ്വർണ്ണാഭരണങ്ങൾ മുൻകൂറായി ബുക്ക് ചെയ്യാനുള്ള സൗകര്യം, പഴയ സ്വർണം മാറ്റിയെടുക്കുമ്പോൾ പവന് 800 രൂപ അധികം, ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50%വും 1 ക്യാരറ്റിൽ 25,000 രൂപയും കിഴിവ്, ഈ ദിവസങ്ങളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഉറപ്പായ സമ്മാനങ്ങൾ തുടങ്ങിയ ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. വിവാഹ പാർട്ടികൾക്കായി വൈവിധ്യമാർന്ന ആഭരണങ്ങളുടെ കമനീയമായ ശേഖരവും ആകർഷകമായ കിഴിവോടെ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9995924555. സാമൂഹിക ഇടപെടലുമായി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മെഗാ ഓണ മഹോത്സവം വ്യാഴാഴ്ച തൃശൂരിൽ നടക്കും. തൃശൂർ ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളെ സംയോജിപ്പിച്ചാണ് ഓണാഘോഷം സംഘടിപ്പിക്കുന്നതെന്ന് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാരഥികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പള്ളിക്കുളം കാൽഡിയൻ സെന്ററിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ രാജൻ ജെ പല്ലൻ MLA, മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, അഭിനേതാക്കളായ ദേവി ചന്ദന, ജയരാജ് വാര്യർ തുടങ്ങിയവരാണ് മുഖ്യാതിഥികൾ. ഓണാഘോഷങ്ങളുടെ ഭാഗമായി 80ഓളം വനിതകൾക്ക് തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്യും. ഇതോടൊപ്പം 3000 പേർക്ക് ഓണപ്പുടവയും കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായവും നൽകും. തിരുവാതിരക്കളി മത്സരം, വടംവലി മത്സരം എന്നിവയും ഉണ്ടായിരിക്കും. വിജയികൾക്ക് ക്യാഷ് അവാർഡ് സമ്മാനിക്കും. ലിയോസ് വെഡിംഗ് മഹോത്സവം എന്ന പേരിൽ ആകർഷകമായ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. വിവാഹ ആവശ്യങ്ങൾക്ക് വലിയ അളവിൽ ആഭരണങ്ങൾ വാങ്ങുന്ന കുടുംബങ്ങൾക്ക് ഹോൾസെയിൽ വിലയിൽ ലഭ്യമാക്കും. ഏറ്റവും കുറഞ്ഞ വിലയിൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഓണാഘോഷങ്ങൾക്ക് കൂടുതൽ മിഴിവേകി 0% അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും 1% മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങളുമുണ്ട്. വാർത്താ സമ്മേളനത്തിൽ മാനേജിംഗ് ഡയറക്ടർമാരായ VJ ലിയോ, സീൽദ ലിയോ, മീഡിയ പാർട്ണർ വിജിൽ കുമാർ, മാനേജർ ശരത് ജയശങ്കർ, ഡൊണാൾഡ് പൗലോസ് എന്നിവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. ആതുര സേവന രംഗത്ത് 4 പതിറ്റാണ്ട് കാലത്തെ സേവന പാരമ്പര്യമുള്ള തൃശൂർ അശ്വിനി ഹോസ്പിറ്റലിൽ നവീകരിച്ച ന്യൂറോ സയൻസ് ആൻഡ് സ്പൈൻ OP വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. അശ്വിനി ഹോസ്പിറ്റലിന്റെ 3ാം നിലയിൽ അത്യാധുനിക രീതിയിൽ നവീകരണം പൂർത്തിയാക്കിയ ന്യൂറോ സയൻസ് ആൻഡ് സ്പൈൻ വിഭാഗം IMA തൃശൂർ പ്രസിഡന്റ് ഡോക്ടർ ബേബി തോമസ് ഉദ്ഘാടനം ചെയ്തു. ആതുര സേവന രംഗത്ത് 4 പതിറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള അശ്വിനി ആശുപത്രിയുടെ നവീകരിച്ച ന്യൂറോ സ്പൈൻ വിഭാഗം ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ന്യൂറോ ICU, ന്യൂറോ പേഷ്യൻസ് വിഭാഗം, അഡ്മിഷൻ എന്നിവയോടൊപ്പം OP വിഭാഗവും ഒരേ നിലയിൽ പ്രവർത്തനം ആരംഭിച്ചത് രോഗികൾക്ക് കൂടുതൽ പ്രയോജനകരമാകുമെന്ന് ഡോക്ടർ ബേബി തോമസ് പറഞ്ഞു. അശ്വിനി ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ KK സുഗതൻ, വൈസ് ചെയർമാൻ MU ഉണ്ണികൃഷ്ണൻ, മെഡിക്കൽ ഡയറക്ടർ VG സുരേഷ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ AS ധർമ്മൻ, IN രാജേഷ്, AC പ്രേമാനന്ദൻ, സീനിയർ യൂറോളജിസ്റ്റും ഡയറക്ടറുമായ ഡോക്ടർ AC വേലായുധൻ, ന്യൂറോ ആൻഡ് സ്പൈൻ സർജൻ ഡോക്ടർ ആൽഫ്രഡ് മൈക്കിൾ, ന്യൂറോളജിസ്റ്റുമാരായ ഡോക്ടർ സുധർ ശ്രീകുമാർ, ഡോക്ടർ രഘുനാഥ്, ജനറൽ മാനേജർ PK രാജു, ഓപ്പറേഷൻസ് മാനേജർ VP പ്രജേഷ്, മറ്റു ഡോക്ടർമാർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്.
സ്വർണം ഗ്രാമിന് 14,205 രൂപ, പവന് 1,13,640 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, manufacturers and wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വേലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സുരേഷ് മമ്പർമ്പലിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനുള്ള നീക്കവുമായി ഒരു വിഭാഗം ഭരണസമിതി അംഗങ്ങൾ. വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള 7 ഭരണസമിതി അംഗങ്ങളാണ് അവിശ്വാസം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഗുരുവായൂരിൽ അമൃത് കുടിവെള്ള പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാത്തത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. നെന്മിനി മന്നം സ്മാരക റോഡിൽ മണ്ണിൽ താഴ്ന്ന മിനി ലോറി കുടുങ്ങിയതോടെ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. മരുന്തരപ്പള്ളിയിൽ 16ഓളം പേരെ ആക്രമിച്ച തെരുവ് നായയെ നിരീക്ഷണത്തിലാക്കി. അക്രമകാരിയായ നായയെ നാട്ടുകാരാണ് പിടികൂടി നിരീക്ഷണത്തിലാക്കിയത്. ചെറുതുരുത്തിയിൽ ലോറിയിടിച്ച സ്കൂട്ടർ യാത്രക്കാരിയായ വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. വരവൂർ സ്വദേശിനി ഫാത്തിമയാണ് മരിച്ചത്. മാളയിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന് മുകളിലേക്ക് മരം വീണു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.